നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് അന്തരീക്ഷം തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആശീർവാദത്താൽ പുനഃസ്ഥാപിക്കപ്പെടുകയും സമാധാനಕ್ಕೆ സംലഭ്യമാകുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിന്റെ കുടുംബവും ആസ്വദിക്കപ്പെടട്ടെ. നിന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിന്റെ ജീവിത മാർഗങ്ങൾ, നിന്റെ ഉദ്യമങ്ങൾ, നിന്റെ ഉത്തരവാദിത്തങ്ങൾ, നീ സ്വകാര്യമായി ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ബാധ്യതകൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നീയല്ല, കർത്താവാണ് നിനക്ക് ഇവിടെ ചെയ്തതെന്ന് ബോധ്യമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിനക്ക് ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തെ ആശീർവദിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാവിധ തകർച്ചകളെ അതിജീവിക്കുന്നതിനായി ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങള്, നിന്റെ മക്കള്, നിന്റെ മക്കളുടെ തൊഴിലിടങ്ങള്, അവരുടെ പഠന സ്ഥലങ്ങള്, അവിടെ യാത്രകള്, എന്തെങ്കിലും ഇഷ്യൂസ് പൊട്ടലും ചീത്തലും കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മുഖം കറുപ്പിച്ചൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ശക്തി ഈ ആശീർവാദത്തിൻ്റെ കൃപയാൽ ഈ നിമിഷം ആ വ്യക്തിയെ സ്പർശിക്കട്ടെ. ഏതെങ്കിലും ഏടാകൂടെ ബന്ധങ്ങളിൽ നീ ചെന്ന് അകപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നീ മാനസികമായി പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഇപ്പം ആശ്രയിക്കുന്നു. നിന്നെ തകർത്തിട്ടിരിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നിമിഷം നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കുരുക്ക് പിടിച്ച കാര്യങ്ങൾ, ചിലപ്പോൾ ബന്ധങ്ങളാകാം, ബിസിനസ്സുകളാകാം, ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ട് പെസകളാകാം, അതുമൂലം തെറ്റിദ്ധാരണയാകാം, അതുമൂലം ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാകാം. എല്ലാ കുരുക്കുകളും യേശുനാമത്തിൽ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് വേദനിച്ചത്? എന്തിനു വേണ്ടി ഇന്നലെ വേദനയോടെ കിടന്നുറങ്ങിയത്? എന്ത് ഭാരമാണ് നിനക്ക് ഇന്ന് ഉണർച്ചയിൽ, എന്ത് ഭാരതത്തിൽ ഉണർന്നു വന്നത്? ആ മേഖലയെല്ലാം നിന്റെ കർത്താവും രക്ഷകരുമായ യേശു ക്രിസ്തു